ആമസോണിലേക്ക് പുതുതായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൂള് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ പേര് തന്നെ ഇതാണ്, സർവൈവൽ റൂൾ എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു വെക്കണമെങ്കിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ കൺട്രോൾ ആണ്. ഒരു ബിസിനസ്സിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ് ഫ്ലോ വേണം. ആമസോണിൻ്റെ കേസിലും തീർച്ചയായിട്ടും പല സെല്ലേഴ്സും ഫെയിൽ ആവുന്നത് അവർക്ക് ഓർഡേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ക്യാഷ് ഫ്ലോ സ്റ്റക്ക് ആവുന്ന കുറേ ഏരിയാസ് വരുന്നതുകൊണ്ടാണ്. എവിടെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റക്ക് ആവുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മീഷോ ആണെങ്കിലും ദേ പേ വിത്ത് എ ഡിലേ. അതായത് നിങ്ങളൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യില്ല. ദേ ഹാവ് എ സൈക്കിൾ. ആ സൈക്കിളിനകത്ത് കൂടെ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഫീസുകൾ എന്ന് അറിയണം. അപ്പം ആ ഫീസുകൾ മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് കോസ്റ്റ്, COGS എന്ന് പറയും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇത് കൃത്യമായിട്ട് അറിയണം. COGS എന്ന് പറയുന്നൊരു ടേം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് കോസ്റ്റ് എത്രയാണ്. ഇതിനകത്ത് പല ഫാക്ടേഴ്സുകളും വരും അല്ലേ. മാനുഫാക്ചറിങ് കോസ്റ്റ് വരും, പാക്കേജിങ് കോസ്റ്റ് വരും, ട്രാൻസ്പോർട്ടേഷൻസ് വരും, അതേപോലെ തന്നെ നിങ്ങൾ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് എത്തിക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന കോസ്റ്റ് വരും. ഇതൊക്കെയാണ് COGSൻ്റെ ആസ്പെക്ട്സ് വരുന്നത്. ഇനി രണ്ടാമത് പറയുന്ന മെയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഫീസാണ്. നിങ്ങൾക്കറിയാം, അതൊരു പ്ലാറ്റ്ഫോം ഫീസ് എന്ന് പറഞ്ഞൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് 3 തരത്തിലായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഫീസിൻ്റെ പേര് ഈസി ഷിപ്പിംഗ് ഫീസ് എന്നാണ്. ഈസി ഷിപ്പിംഗ് ഫീസിനകത്ത് തന്നെ ക്ലോസിംഗ് ഫീസും റഫറൽ ഫീസും ഉണ്ട്. അപ്പം ഈ ഫീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഡെപ്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓൾറെഡി ആമസോണിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫീസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ആ ഒരു ലിങ്കൊക്കെ അയച്ചു തരാം. സെക്കൻഡ്, നിങ്ങൾ ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബഫർ ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ഷോപ്പ് ഉണ്ടാക്കിയിട്ടല്ല ഈ ബിസിനസ്സിലേക്ക് കിടക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ഓവർ ഹെഡ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ഐറ്റംസും ചാടി കയറിയിട്ട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാതെ ഒരു ബഫർ ക്യാഷ് വേണം. എന്തിനാണ്? ഒന്ന് റൊട്ടേഷനാണ്. രണ്ടാമത്തെ കേസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴാണ് ഇംപ്രഷൻസ് കൂടുക, ഒരുപാട് ആൾക്കാരിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബഫർ ക്യാഷ് നിർബന്ധമായിട്ട് വേണം. ക്യാഷ് ഫ്ലോ കൺട്രോൾ അല്ലെങ്കിൽ സർവൈവൽ റൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഇമോഷൻ്റെ ബേസിൽ എടുക്കരുത്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് ഒരു കടയിൽ കയറി വില ചോദിക്കുന്ന സമയത്ത് ആ സുഹൃത്ത് ആ കടക്കാരനൊരു എന്തെങ്കിലും രീതിയിൽ ഒരു പുച്ഛഭാവം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടിക്കയറിയിട്ട് ആ 2 പീസും 4 പീസൊക്കെ വില ചോദിക്കാൻ കയറിയതാണ്, പക്ഷേ ഈഗോ ഹേർട്ടായിട്ട് വാങ്ങിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ ശരിക്കും പഠിക്കണം. എന്നിട്ട് നമുക്ക് ഓക്കെ അതിനകത്തൊരു സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു രൂപ പോലും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താം. അപ്പം ഇമോഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയർ ഹൗസിൽ അത് കിടക്കും. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും വെബ്കോ സെല്ലർ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.